tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. മുംബൈ ATSന് കീഴിലുള്ള 10 പേർ മാത്രമടങ്ങുന്ന സ്പെഷ്യൽ വിങ്ങിനെ തേടി ഒരു ദിവസം വന്ന അജ്ഞാത സന്ദേശമാണ് ഈ കഥയ്ക്ക് ആധാരം. ജനത്തെ പരിഭ്രാന്തരാക്കാതെയും സ്വൈരജീവിതത്തെ ബാധിക്കാതെയും സന്ദേശത്തിന്റെ പൊരുൾ കണ്ടെത്താനുള്ള അന്വേഷകരുടെ നീക്കങ്ങളിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. ആ ചെറിയ ഓഫീസിൽ വന്ന സന്ദേശം ഒരു വലിയ ദൗത്യത്തിലേക്കുള്ള തുടക്കമായിരുന്നു.
आफ्ताब साहब, सूरज साहब इधर नहीं है। एनीथिंग सीरियस? जबान चली गई क्या? बोल कि बता साले बता, तो आज मैं तेरे मुंह के छे के छे। अरे तुम लोग क्या कर रहे हो? थोड़ा इंसानियत दिखाओ। छोड़ दो उसको। सर आओ। मैं पूछता हूं, स्टेटमेंट लो। सर क्या हुआ जयप्रकाश? साहब, मैं बहुत देर से ट्राई कर रहा हूं, लेकिन आपका मोबाइल स्विच ऑफ था। एनीथिंग सीरियस? आफ्ताब साहब का फोन आया था ऑफिस में। आज एक अटैकिंग का चांस है साहब। रोज जैसे फेक कॉल? नहीं साहब, आफ्ताब साहब बोल रहे थे ये मामूली थ्रेट नहीं, एकदम टिप ऑफ। फोन किधर से आया था लोकेट कर रहा हूं। आफ्ताब साहब का पहला कॉल 5:30 को आया था। दोबारा कॉल करेगा बोल के फोन काट लिया वो लोग। ओके। സാബ് ആകെ സാബ് യാ ഓക്കെ ഞാൻ കൊടുക്കാം സാബ് കോൾ ഫോർ യു. यस सूरज हियर. ओके यस ऑफिस में भेज दो. रॉय यस सर. मेल ऑन करो. ओके सर. ओके साहब.
കള്ളി, നീ വീണ്ടും മുട്ടയിട്ടു അല്ലേ? ആ, പറ്റിയ സ്ഥലത്ത് തന്നെ നീ എത്തിച്ചേർന്നു. ഇവിടെയാവുമ്പോ ഭീകരന്മാരെ പേടിക്കണ്ടല്ലോ. ആ പിന്നെ മോളെ സൂക്ഷിക്കണം, ഇത് മുംബൈയാണ്. എന്ത് എവിടെ എപ്പോ പൊട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഞാൻ പോട്ടെ. എനിക്ക് അടയിരിക്കാം. ഓ സോറി, ഡ്യൂട്ടിക്ക് കയറാൻ സമയമായി. See you. കാലത്ത് തന്നെ കുള്ള മേശപ്പുറത്താണല്ലോ. अरे तुम लोग क्या देख रहे हो? जाओ, जाके तुम्हारा काम करो. യെസ് സർ. റോയ്, ഇതറാ. എന്താ റോയ് സംഭവം? കുള്ളൻ ടെൻഷനിലാണല്ലോ. ഇന്ന് 6 മണിക്ക് ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാവുന്നുള്ള കോൾ വന്നിട്ടുണ്ട്. കോളായല്ലോ. രാവിലെ അഫ്താബ് സാഹിബിനെ കോൾ വന്നത്. അതും കൊള്ളാം. വളരെ ക്രൂഷ്യലായിട്ടുള്ള ഇൻഫർമേഷനാണ് കിട്ടിയിരിക്കുന്നത്. സസ്പെക്റ്റിന്റെ ഫോട്ടോയും ഇൻഫോർമർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പടവും പരസ്യവും ചെയ്താണ് ബോംബ് വെക്കുന്നത്. കേരളത്തിലാണെങ്കിൽ ഫ്ലക്സും വെച്ചേനെ. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ എൻ്റെ റോയെ? रॉय, സാർ, I will call you back. തുമ്പത്തിരുന്നുയലാടും ചൊല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പോ പാടടി. എന്തോരാണോ എന്റെ പെയിന്റ് മൂന്ന് എണ്ണ തേപ്പിക്കുമ്പോ പാടടി. മോനെ വല്ലാണ്ട് എണ്ണ തേപ്പിക്കല്ലേ, ലൂബ്രിക്കേഷൻ കൂടിയാലും കുഴപ്പാ. ആ എത്തിയാ എന്തേ ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ പറയും, എടാ മിസ്റ്റർ ജാംബവാന്റെ കാലത്തുള്ള വണ്ടിയാണേ. അതുകൊണ്ട് മോനെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ ഈ മാർവാടിയുടെ വായിലിരിക്കണത് കേൾക്കണത് ഞാനാ. തമ്പിയണ്ണന് ഇപ്പൊ എന്താ വേണ്ടേ? വണ്ടി സൂക്ഷിക്കണമെന്ന് ഒരാവശ്യമില്ലാണ്ട് ചീത്ത കേൾക്കാൻ എനിക്ക് പറ്റില്ല. ഇതെന്റെ പണിയല്ല. ഞാനിപ്പോ എന്ത് ചെയ്യണോന്നാ? വേഗത പാടില്ല. വണ്ടി ഗട്ടറിൽ ചാടിക്കരുത്. മന്ത്രി വിചാരിച്ചിട്ടാണെന്നല്ലോ പിന്നല്ലേ.
എടാ, മനുഷ്യന് ടെൻഷൻ കൂടി നിൽക്കുന്ന സമയത്ത് ഈ ജാതി തമാശ പറയരുത്. പറഞ്ഞത് കേട്ടല്ലോ, സൂക്ഷിക്കണം. ആരെ? എടാ, ഇത്ര നേരം പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? വണ്ടി സൂക്ഷിക്കണമെന്ന്. ഓക്കെ. എന്തടക്കലടത്? ഓ സോറി. മതിയാ? ഇതുപോലെ കെയർഫുള്ളായി അടയ്ക്കണം. ഗിയർ മാറ്റാമോ? അത് ആവശ്യത്തിനാവാം. ഓ ഭാഗ്യം. ഞാനെന്നാ പോയിക്കോട്ടെ. ठहरो, 1 2 3 4. जाओ जाओ. വീണ്ടും ठहरो. ഇനി എന്താ പാഞ്ചുണ്ടാ? ഒന്ന് പോകാമോ? ഊതറാ ഊതും. കാശണി കൊടുത്തതേ ഞാനാണ്. അല്ല, ഊതിക്കഴിഞ്ഞ പോടെ. പോടാ. ओए मैडम जी, इस गाड़ी में हो, घूम के आते हैं. लाफा मारूंगी, अपनी औकात में रहे. खोल. शुक्रिया. ഇത്രയും ചീപ്പാവരുത്. ഒരാവശ്യം ഉണ്ടായില്ല.
ആയിരിക്കും. ദേ നിന്ന് തിരിഞ്ഞല്ല. ഉണ്ടാരും കാട് വരണുണ്ടല്ലോ. തനിക്ക് എന്താ വേണ്ടേ? ഓ മലയാളി, അടിപൊളി. മാഡവും മല്ലുവിനെ ഉല്ലുവാക്കുമായിരുന്നല്ലേ? ദേ പിന്നെയും പോണു. किधर जाना है? अंधेरी सैंटा क्रूज ऐसा 3 जगह जाना है. वेटिंग चार्ज देना पड़ेगा. वेटिंग चार्ज दे दूंगी आपको. एक फॉर्म फिल करना पड़ेगा. क्यों? नाम क्या है आपका? नंदिता. उमर? ये सब क्या है? मैडम ये सब आपको करना ही पड़ेगा, ये सब इधर का कानून है. फोटो भी चाहिए मैडम. ए, तुम लोग क्या कर रहे हैं? मेरे को शादी करवाने जा रहे हैं? फोटो नहीं चाहिए, फॉर्म भी नहीं चाहिए. सही मुंबई टैक्सी वाला. फेयर राइट, फेयर ड्राइव. അതെ, എങ്ങോട്ടാ മാഡം? अंधेरी सैंटा क्रूज വിലയപ്പാറല്ലേ. ഓ, അപ്പൊ വൈകുന്നേരം വരെ വേറെ സവാരി നോക്കണ്ട. താൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂലി തരും. പക്ഷെ ഗ്യാസ് അടിക്കേണ്ടി വരും. നീ ആദ്യം നിന്റെ ഗ്യാസിൽ നിർത്ത്. വണ്ടി എടുക്ക്. अरे वो लेके जाने से आपने को परवड़ने वाला नहीं. क्या करने का आपने को? लेके जाने दो. छोड़ना उसको. अरे छोड़ना है. വണ്ടി നല്ല സൂപ്പർ കണ്ടീഷനാ, പക്ഷെ മീറ്റർ വർക്ക് ചെയ്യൂല കേട്ടോ. പേര് നന്ദിത. എന്റെ പേര് ഭഗത്. സ്നേഹമുള്ളൊരു ഭഗത് സിംഗ് എന്ന് വിളിക്കും. ഇവിടെ പഠിക്കുകയാണോ? മാഡം ഒന്നും പറഞ്ഞില്ല. എനിക്ക് 1 മണിക്ക് മുമ്പ് അധേരിയിലെത്തണം. തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ തെപ്പിക്കുമ്പോ പാടടി. വെള്ളം കോരിക്കുളിപ്പിച്ച് കിന്നരിച്ചോമനിച്ചയ്യ എന്റെ മാരിപ്പാളുങ്കിപ്പോൾ രാജപ്പൂ മുത്തായി പോയടി. ഓലത്തുമ്പത്തിരുന്നു. ആ താനെന്തിനാ വണ്ടി നിർത്തിയത്? മാഡമല്ലേ വണ്ടി നിർത്താൻ പറഞ്ഞത്? ഞാൻ എന്റെ പാട്ട് നിർത്താനാ പറഞ്ഞേ. പൊട്ടാൻ. ഓ അത് ശരി. കടുപ്പത്തി പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് മൂത്രമൊഴിക്കാനാണ്. എന്താ പറഞ്ഞേ? ഒന്നുമില്ലേ. മാഡം എന്താണോ? ആക്ച്വലി മാഡത്തിന് ഈ പാട്ട് ഇഷ്ടമാഞ്ഞിട്ടാണോ? അതെ. ഈ പാട്ട് ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവും. ആ സിനിമ ഇറങ്ങിയപ്പോ എനിക്ക് 7 വയസ്സായിരുന്നു. അന്ന് നാട്ടിൽ നിന്ന് വണ്ടി കയറിയതാ. ഒരു തിരിച്ചുവരവാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ
നാട്ടുകാർക്ക് പഴയ താല്പര്യം ഉണ്ടാവോ എന്നൊരു സംശയം. താൻ തിരിച്ചു വരികയോ വരാതിരിക്കയോ എന്ത് വേണേലും ചെയ്യും. എനിക്ക് 1 മണിക്കകം അന്തേരിയിലെത്തണം. വണ്ടി ഓടിക്കൊണ്ടിരിക്കല്ലേ, ഓടണ വണ്ടി കിടന്ന് ചാടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ അല്പം വൈകും, ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. എന്തെങ്കിലും വേണേ കഴിച്ചിട്ട് വന്നോളൂ. മാഡം ആവശ്യത്തിന് സമയം എടുത്തോ, ഞാൻ കാത്തിരുന്നോളാം. ആള് കൊള്ളാം, മുടിഞ്ഞ വെയിറ്റ് ആണ്. വെയിറ്റിംഗ് ചാർജ് വാങ്ങേണ്ടി വരും. मैडम, हाँ इधर से. സോറി. ये शॉप किधर है? मैडम, ये 2nd फ्लोर पे राइट साइड में. थैंक यू.
गोइंग ऑन? क्वारी का लाइसेंस और उसका पूरा डिटेल्स माइनिंग एंड जियोलॉजी डिपार्टमेंट से मिला सर। प्रेमा फेसी नथिंग अनयूजुअल सर। सारे डेटोनेटर्स हमारे एक्सप्लोसिव विंग डिपार्टमेंट चेक कर रहे हैं साहब। ओके। एनीथिंग मोर शुभा? साहब ऐसा एक शक है, ये लड़की को नई बढ़ती हुई नासिक ग्रुप से है, आई मीन नियो नासी से कुछ कनेक्शन है। किसी ने एक कॉल किया, इसका मतलब ये नहीं कि वो टेररिस्ट ही होगा, बट वी हैव टू बी विजिलेंट। ഈ ആഴ്ചത്തെ എത്രാമത്തെ കോളാ സാർ? കഴിഞ്ഞ പ്രാവശ്യം ലോക്കൽ പോലീസിനെ അറിയിച്ചിട്ട് ആകെ പൊല്ലാപ്പായില്ലേ? അവസാനം പഴി കേട്ടത് നമ്മളും. ഇതിന്റെ പുറകിൽ മറ്റെന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് ആർക്കറിയാം? അറിയാം, लेकिन हर कॉल हमारे लिए ट्रू कॉल ही है। क्या बोल रहे रॉय? നമ്മുടെ പണി ഇതായി പോയില്ലേ സാർ? सर, वी गॉट ए पक्का इन्फॉर्मेशन। हम लोगों को जो पहला इन्फॉर्मेशन आया था वो पूना हाईवे के पास लोनावाला से। उसके बाद जो 1 घंटे के बाद कॉल आया है वो मुंबई हाईवे में नवी मुंबई से। अब 2 बार भी कॉल किया है, कॉइन बॉक्स से किया है। आई थिंक सर द सस्पेक्ट एंड द इन्फॉर्मर दे आर ट्रैवलिंग इन द सेम बस।
കാലങ്ങളായി മനുഷ്യൻ ഉത്തരം തേടി നടക്കുന്ന ചോദ്യം, ആരാണ് ഞാൻ? അഹം ബ്രഹ്മാസ്മി. അറിയോ ഷബാനാസ്മി? ഓ, മലയാളിയാണോ? തന്നോടല്ലേ ചോദിച്ചത്? ഞാൻ പഞ്ചാബി. എടി പോത്ത, എത്ര നേരമായിട്ട് മലയാളത്തിൽ സംസാരിച്ച് നിനക്ക് മനസ്സിലായില്ലേ ഞാൻ മലയാളിയാണെന്ന്? താനെന്താ ഇതിനകത്ത്? കള്ളനാണോ? അയ്യോ, മോന്തേമ ലേശം കള്ള ലക്ഷണം വെച്ചിട്ട് ആരെയും കയറി കള്ളാന്ന് വിളിക്കലേട്ടാ മോളെ. തനിക്കെന്താ വേണ്ടത്? നിനക്കെന്താ വേണ്ടത്? നീന്നോ? അതെ, നീ 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 നീ. ഒരു കാര്യമില്ലാതെ എന്റെ വണ്ടി കയറി ഞാനിരുന്നതിന് അലമ്പുണ്ടാക്കാന്നൊക്കെ വെച്ചാ? നിങ്ങളുടെ വണ്ടിയോ? യെസ്, എന്റെ വണ്ടി. മേരാ ഗാഡി MH1J3910 മേരാ ഗാഡി. തമ്പി അണ്ണൻ. സോറി മാഡം, ഞാൻ ഒരു ചായ കുടിക്കാൻ പോയതാ. മാഡം, ഇതെന്റെ അടുത്ത സുഹൃത്ത് റൂംമേറ്റുവാ തമ്പി അണ്ണൻ. രാവിലെ ഒത്തിട്ടിയ കോളാണ്. കോളമാക്കരുത്, മുറ്റി കാശാന്നാ തോന്നണേ. ഞാനിവളൊന്ന് കറക്കിയെടുക്കാനുള്ള ശ്രമത്തില. കിട്ടിയ ഊട്ടി, ഇല്ലെങ്കിൽ അങ്ങനെ പറയരുത്. ചിലപ്പോ ഞാനും അവളും തമ്മിൽ പിന്നെ കേട്ടല്ലേ സം സിംഗപ്പൂർ ഡോളേഴ്സ്. അയ്യോ, സിംഗപ്പൂർ ഡോളേഴ്സ്. അല്ല, അവൾക്ക് അമ്മാവ് ഉണ്ടാവും. ഉണ്ടെങ്കിൽ ആൾ അങ്കമാലിലെ പ്രധാനമന്ത്രിയാണെന്ന് ചോദിച്ചു നോക്കായിരുന്നു. അയ്യേ, ഇത് കണ്ട, ഇവന്റെ വീടിന്റെയും വണ്ടിയുടെയും താക്കോല് എന്നും എന്റെ കയ്യിലുണ്ടായിരിക്കും. തമ്പിയണ്ണൻ ഇപ്പൊ എന്തിനാ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. രാവിലെ വണ്ടിയിൽ ഒരു സാധനം വെച്ച് മണം, അതെടുക്കാൻ വന്നു. എന്ത് സാധനം? ഇതെടുക്കാനാണ് ഇവിടെ വരെ വന്നത്. ഇതിന്റെ വില നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ വരട്ടെ? പറ്റില്ല. അങ്ങനെ ചാടി കയറി പറ്റില്ല എന്ന് പറയരുത്. പോടോ. അവളുടെ മുടി കണ്ട, അതെങ്ങാനും കൊണ്ട് നമ്മുടെ വണ്ടിയുടെ അപ്പോൾസ് എങ്ങാനും കീറിയിട്ടുണ്ടെങ്കിൽ വിവരം അറിയും ഞാൻ. കുറച്ച് സിംഗപ്പൂർ ഡോളേഴ്സ് ഈ തമ്പിയടനും തരണേ. दामोदर जी, इंश्योरेंस पेपर. नमस्कार. वणक्कम. हाँ, राम नायक. आप कैसे हो? सौख्यमा? हाँ, बढ़िया. വന്നിരിക്കടോ. എന്താ വിശേഷം? എന്തായി, റിസോർട്ടിൽ പുതിയ താമസക്കാരെത്തിയോ? ആമാ സാർ, ഒരു വെള്ളക്കാരനും വെള്ളക്കാരിയും. അതിന്റെ സി ഫോം ഇന്ന് തന്നെ കയ്യിൽ തരാമെന്ന് കരുതി. ഓഹോ, അതിന് താൻ തന്നെ വരണോ? വല്ല മാനേജർമാരെയും വിട്ടാ പോരെ? அந்த ஆளு என் டாக்ஸி கணக்க பார்க்க வச்ச. ടാക്സി ഒക്കെ എങ്ങനെ പോകുന്നു? ரொம்ப லாபம் ஒன்றும் கிடைக்காது. நல்ல டிரைவரை கிடைக்கிறதுக்கு ரொம்ப கஷ்டம் தான். வருന്നൊരു മുഴുവനും തീരിട്ട് പശുങ്ങൾ தான். പിന്നെ எங்கிட்ட இருக்குது 4 பிரீமியர் பத்மினி தான். அதுவும் இப்போது கவர்மெண்ட் நிறுத்த போகிறது சொல்றேன். അല്ല, തനിക്ക് വണ്ടിയും തള്ളി നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് വന്ന് നമ്മ ദാദാജി തുടങ്ങി വെച്ചത്. ഞാനായിട്ട് നിർത്ത വേണ്ടത് കരുതി. അതും ശരിയാ. ഇൻഷുറൻസ് പേപ്പർ. ഇൻഷുറൻസ് പേപ്പർ. ഇതിലേതാ തന്റെ ഇൻഷുറൻസ്? अरे डिफ्यूजल स्क्वाड का इंश्योरेंस पेपर है. എന്നാ അത് പറയണ്ടേ? इसको क्या बोलूं यार, प्रमोशन हो गया फिर भी क्लर्क के जैसा है. കൊണ്ടുപോ. அந்த പേപ്പർ എതുക്ക്? അത് ഈ ബോംബ് നിർവീര്യമാക്കുന്ന സ്ക്വാഡില്ലേ, അവരുടെ ലൈഫ് ഇൻഷുറൻസിന്റെ കടലാസാ. அந்த പേപ്പർ தானா இந்த மாதிரி சுருட்டி சுருட்டி கொட்டை போட்டது? അതൊക്കെ വരും, നോക്കിക്കോളും. അപ്പൊ താൻ എന്തിനാ വന്നെന്ന് പറഞ്ഞേ? அது வந்து இந்த ഫോം കൊടുക്ക വേണ്ടി വന്നേ. ആ വിദേശികൾ എപ്പോഴാ വന്നത്? ഇന്നക്ക് കാലല്ലേ. ശുഭ, കം ഹിയർ. അല്ല, ഉങ്ങളുടെ സർദാർജി ഒരു മല്ലു സിംഗ് ആണല്ലയാ? സർവീസിൽ കയറുന്നതിന് മുമ്പ്
ആള് നേവിയിലായിരുന്നു, അങ്ങ് കൊച്ചിയിലെ. അതുകൊണ്ട് നമുക്ക് പണിയായി. എന്നാച്ച്? മനുഷ്യന് മനസ്സ് തുറന്ന് ഒരക്ഷരം മലയാളത്തിൽ പറയാൻ പറ്റാതെ. അതെ അതെ അതെ. എനിക്ക് ഉങ്ങളോട് കൊഞ്ചം പേഴ്സണലായിട്ട് പേശണം. ഇവിടെ ഭയങ്കര തിരക്കാ, പിന്നെ കാണാം. ആമാ അപ്പടി ആവട്ടും. എന്നാ ഞാൻ പുറത്ത് വെയിറ്റ് പണല. ഓക്കെ. वो चार्ज हम लोग उस दिन दिए दे रहे हैं। बेजिंग वार अगेंस्ट नेशन, सेक्शन 123 IPC, नो कंफ्यूजन एट ऑल। शुभा, पैसेंजर्स लिस्ट चेक किया? यस, लेकिन वो नाम तो इसमें नहीं है। हाउ मेनी फीमेल्स आर देयर? 7. ओके, प्लीज नोट डाउन देयर नेम्स। जैसा आप बोलो, हम लोग बस स्टेशन से सारा इंफॉर्मेशन कलेक्ट किया। यही लड़की थी जो इस बस में आई थी, लेकिन बस स्टेशन से इंफॉर्मेशन मिले तो वो लड़की उधर से दूसरी गाड़ी में चली गई। वी गॉट इट, इट्स ए मुंबई टैक्सी। एक मिनट. नो या ടാക്സിയിലും കയറി പോയാ? കാശും തന്നിട്ടില്ലല്ലോ. നോക്കിയേക്കാം. ഈ പെണ്ണിത് അവിടെ പോയി. ഞാൻ വലയിലാക്കാന്ന് ഓർത്താണ്. നീ വേറെ വല്ല വലയിലും ആയാ? വേഗമൊന്നുമല്ല. It's all clear. Everything is clear. Yeah, I've cleared everything. മാഡം, അധികം അങ്ങോട്ടൊന്നും പോകണ്ട. ഈ വല ഇവിടെ വന്ന് നിൽക്കണായിരുന്ന മനുഷ്യനെ നടത്തിച്ച് കൊല്ലും. ഞാൻ പേടിച്ചു പോയി. എന്തിന്? അല്ല മാഡം, ഫോണൊക്കെ ചെയ്ത് നടന്നപ്പോ തൊട്ടടുത്താണല്ലോ അറേബ്യൻ സീ. ഇഡിയോട്ടിക്. വാ പോവാം. ഓക്കെ മാഡം. सर, वो हमारा लिमिट में है क्या? Then why we are waiting, sir? Sir,
इज इट प्रोएक्टिव पुलिसिंग? हम लोग को मालूम है वो कौन है, किधर है, फिर हम लोग क्यों वेट कर रहे हैं? हमारा आदमी बहुत जल्द उसको पकड़ेगा। ராம் நாயக் இதுவரை போயில்லை. அது வந்து எனக்கு பேர்சல் ஆயிட்டு கொஞ்சம் பேச வேண்டும். ഞാൻ പാത്തേ ഞാനും കണ്ടു. എന്നിട്ട് നീങ്ക എന്നോട് പറയാതിരുന്നെന്ത്? അത് പിന്നെ സമയമാകുമ്പോ പറയാന്ന് കരുതി. ഏതാ സാധനം? പിടികിട്ടിയില്ല. അത് അന്ത കറുത്തവള വെളുത്തവള എനിക്ക് പുരിയല്ലേ. പക്ഷേ എനിക്ക് പിടികിട്ടി. அந்த பழவளில்ல அவள் சாடி போச்சு. ആ സുന്ദരിക്കുട്ടി. அந்த വെളുത്തവള ഇപ്പോഴും ഇருக்கு. അവള് മുമ്പേ എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. നിജമാ? എടോ നായികെ, അവളെ എനിക്ക് തരൂ. താൻ പറയുന്ന പൈസ ഞാൻ തരാം. അല്ലെങ്കിൽ തന്നെ ഇതിനൊക്കെ ഒരു പ്രായമില്ലെന്ന് പറയണ വളരെ സത്യമാണ്. പ്ലീസ് തരമാട്ടെ. അവളിപ്പോ എന്നോട് സ്വപ്ന സുന്ദരി തന്നെ. അവൾ എന്നോട് ആർക്കും കൊടുക്ക മാട്ടേ. ഈ കിളവന്മാർക്ക് വേറെ പണിയില്ലേ വയസ്സാം കാലത്ത്, അതും സർക്കാർ ഓഫീസിൽ. അവൾക്ക് വേണ്ടി ഞാനൊരു പുതിയ കൂടുണ്ടാക്കി. എതുക്ക് കൂടാ? അവൾക്ക് എത്ര മുട്ടയുണ്ടാവും? അത് വന്ന് എണ്ണി നോക്കണം. മുട്ടേ? സർ താനാ എന്തെങ്കിലും ചെയ്തിട്ട് പോടോ. കിടന്ന് ചവിട്ടി പൊട്ടിക്കാതെ പോടോ. क्या बोल रहे सब कुछ समझ में नहीं आ रहा. ജാവോ ജാവോ. क्या हुआ? क्या मालूम? എന്നാലും മുട്ട ഏത് മുട്ട? അതെ മുട്ട. നീ കണ്ടിട്ടില്ലേ പ്രാവിന്റെ മുട്ട? എന്റെ കല്യാണം നിശ്ചയിച്ചു. ഇന്ത വയസ്സിലോ? എന്താ എത്ര ചിരിക്കാൻ? 40 വയസ്സ് എത്ര കൂടുതല? നീ കാര്യമായിട്ട് പറയണോ ബാബു? പിന്നല്ലാതെ. പെണ്ണ് പാലക്കാട്ടുകാരിയാ, BSc നേഴ്സിംഗ് കഴിഞ്ഞ കുട്ടിയാ. എന്താല്ലേ കാഷ്ടം. അശുഭ ലക്ഷണം. അവന്റെ അല്ല കുഴപ്പമില്ല. പൊട്ടയിടാഞ്ഞു ഭാഗ്യം, പൊട്ടിപ്പോയേനെ. അല്ല ബാബു, നീ കുട്ടിയെ കുറിച്ച് നന്നായി അന്വേഷിച്ചില്ലേ? പിന്നെ നന്നായി അന്വേഷിച്ചു. എന്താ സാർ? നീ ആദ്യം അന്വേഷിച്ച കേസ് ദേ വരുന്നു. ശുഭ, എന്റെ കല്യാണം നിശ്ചയിച്ചു. പോവല്ലേ, ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ഈ വരുന്ന മാസം 21-ാം തീയതി 10:30 കല്യാണം. നീയും നിന്റെ മമ്മി ആ പരിസരത്ത് മുൻ കാമുകാരി വന്ന ഒരുപാട് കല്യാണം കലക്കിയ ചരിത്രം എനിക്കറിയാ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വരരുതട്ടാ, ആ പരിസരത്ത് കണ്ടുപോരുത്. എന്റെ 19,000 രൂപയുടെ ഐസ്ക്രീം കാണാൻ പോകുന്നു. അതാ അല്ല, മൊത്തത്തില്. ബാബു, പ്രേമവും ബോംബും ഒരുപോലെയാ. എവിടെ എപ്പോ പൊട്ടുന്നു പറയാൻ പറ്റില്ല. സൂരജ് സാറില്ലേ അത്? എന്താ കാര്യം? എനിക്ക് കല്യാണമൊക്കെ ആയിട്ട് കുറച്ച് ദിവസത്തെ ലീവ് വേണ്ടി വരും. ലീവ് ചോദിക്കാൻ പറ്റിയ സമയ. എന്താ സാറേ, ഉച്ചയ്ക്ക് ലീവ് ചോദിക്കാൻ പാടില്ലേ? അതിനെന്താ, പോയി ചെന്ന് ചോദിക്കേ. ശിവ, അന്തരീക്ഷം കണ്ടിട്ട് അത്ര പന്തിയല്ലല്ലോ. ഇതിപ്പോ കുറിയും വാങ്ങൂല, ലീവും കിട്ടൂലെന്നാ തോന്നണ. ഈശ്വര, കുറി വാങ്ങിയില്ലെങ്കിലും ലീവ് കിട്ടിയേക്കണേ. എവിടെ നിന്ന് തുടങ്ങാം? എന്റെ കല്യാണം. ഇവനെന്താ കുറി എടുത്ത കല്യാണത്തിന് പോകില്ല, വിളിക്കാത്ത കല്യാണത്തിന് മാത്രം പോകില്ല. എന്റെ കല്യാണം നിശ്ചയിച്ച് എപ്പോ? 2 ദിവസമായി. വേറെ കുഴപ്പമൊന്നുമില്ലോ? നല്ല സുന്ദരിയായ നേഴ്സാണ്, BSc. എവിടെയും ബോംബല്ലേ? ഇവളൊക്കെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ. റോയ് സാർ. എന്താ ബാബു? എന്താ പ്രശ്നം? ടെററിസ്റ്റ് അറ്റാക്ക് ഇന്ന് 6 മണിക്ക് പൊട്ടും. ആര് പറഞ്ഞു? ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു ഇന്ന്. എനിക്ക് ലീവ് വേണം. സൂര്യസാറിന് കാർഡും കൊടുക്കണം. ഈ സമയത്തോ? പിന്നെ ഭീകരന്മാരോട് സമയം ചോദിച്ചിട്ട് കല്യാണം ഉറപ്പിക്കാൻ പറ്റും? ബാബു ഇങ്ങ് വന്നേ, ബാബുവിന് വേറെ പണിയുണ്ട്.
എയർപോർട്ടിൽ നിന്ന് വന്ന പാസഞ്ചേഴ്സ് ലിസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യണം. ഇവിടെ ഇരിക്കും. എനിക്ക് കല്യാണം കഴിക്കണോ? അത് ഇവിടെ ഇരിക്കട്ടെ. കമോൺ ഗായ്സ്. എന്റെ BSc അവിടെ ഇരി. പറഞ്ഞ പണി ചെയ്. സർ, ലീവ് കിട്ടിയല്ലേ? ഈ പ്രാവൂടുത്തക്കാരൻ അവിടെ പോണു. കല്യാണം, ലീവ്. मुझे मालूम है आप लोगों का टेंशन. डोंट वरी गाइस, हम पकड़ लिया वो शानी को. यस, वो हमारा हाथ में ही है. ഭാഗ്യം. ഇപ്പൊ അവളെന്തായാലും കയ്യിലൊതുങ്ങിയില്ലേ? ഇതാ കയ്യിലോട്ട് കൊടുത്തേക്കല്ല. സാറ് പറയുന്നത് മനസ്സിലാവുന്നില്ല. हमारा आदमी उसका पीछे है. Stop there! Stop there! Stop, madam. आपको बुला रहे. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. मैडम, आपका टोकन. I just missed it. हैं? जरा इस पर ध्यान रखना है. मैंने देख लिया तो आपको वापस मिल गया. Thanks a lot. हाँ. अब पढ़ाई कर रही हो या काम कर रही हो? മലയാളിയാണല്ലേ? എങ്ങനെ മനസ്സിലായി? ഈ ശാലീന ഭാവം, തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയും കണ്ടാലറിയില്ലേ? ഈ മുടി കണ്ടിട്ടോ? നോ വേ. കുട്ടി ഇവിടെ ഒറ്റയ്ക്കാ? നമ്മള് രണ്ടുപേരില്ലേ? നാട്ടില് എവിടെയെന്ന് പറഞ്ഞു? പറഞ്ഞില്ലല്ലോ. അടിമാലി, ആറ്റിങ്ങൽ, കുന്നംകുളം, തിരുവല്ല, അങ്കമാലി. ഇതെന്താ ജ്വല്ലറി പരസ്യം? ഞാൻ തോപ്രാംകുടിയില. ഇപ്പോഴും ബാച്ചിലറാണ്. സോറി, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അതിന് സോറി ഒന്നും പറയണ്ട. നാട്ടിൽ നിന്ന് ഒരാളെ കണ്ടപ്പോ എന്തൊരു ആശ്വാസം. പിരിയാനേ തോന്നുന്നില്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ്, കുട്ടിയുടെ ഫോൺ നമ്പർ. എനിക്ക് ഫോണില്ല. ഓ, അത് വെറുതെ. പ്ലീസ്, എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്. ചാലായി വന്നതായിരുന്നു. ചാടിക്കൊരു ഫോൺ നമ്പർ വെച്ചതാ പറ്റിയത്.
एक्सक्यूज मी മലയാളിയാണോ? क्या सर समझ में नहीं आया? ആവണമെന്നില്ല. കിധർ ജാത്തെ? हाइपर मार्केट. ഇവളുടെ നമ്പർ ഞാൻ ചോദിക്കൂല. മാറി കിടക്കാം. വായി നോക്കിയോളൂ. വാ മോളെ. साहब जी मैं रास्ता में खड़ा हूँ. टैक्सी आ रहा है. वो टैक्सी के पीछे जाओ. साहब जी हम लोग उसके पीछे. उसका गाड़ी नंबर है MH01J3910. ओके ओके सर जी. वो जा रही है MH01J3910 टैक्सी में. हमारा आदमी लोग उसका पीछा कर रहा है. सर വണ്ടിയുടെ നമ്പർ നമുക്കറിയാം. നമ്മുടെ ആളുകൾ അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനു വൈകണം സാർ? യെസ് യു ആർ റൈറ്റ് ബാബു. ബട്ട് ദാമോർജി എൻ്റെ സജഷൻ പുള്ളിക്ക് ഇഷ്ടമെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ലെറ്റർ കൊടുത്തേക്കല്ലേ? വേണ്ടേ? എന്നാ കൊടുത്തോ. കറക്റ്റ് ടൈമാണ്. ലീവും സസ്പെൻഷനും ഒരുമിച്ച് കിട്ടും. പിന്നാലെ ഉണ്ട്. വണ്ടി ഒന്ന് നിർത്തിക്കേ. ഏയ് നമ്മളെയല്ല, താൻ വണ്ടി എടുക്കും. लिसन गाइस, मैं तुम लोगों को एक एक असाइनमेंट दे रहा हूं. यू हैव टू फिनिश इट ऑन टाइम. ഈശ്വര പണി പോളൂ. उसके बाद आप लोगों को बाहर थोड़ा काम है. हमारा इस छोटा सा ऑफिस का इतना भारी फाइल आज खत्म होगा. रॉय सर, वो मुजरिम का तस्वीर खींचा है क्या? नो सर. कल उसको हाजिर करने का है. टुडे वी आर गोइंग टू डिस्पोज बिग फाइल. പഞ്ച് ഡയലോഗും പറഞ്ഞ് ഞങ്ങൾക്ക് പണി എന്നിട്ട് പോണാണ്ടില്ലേ? ബാബുവിനൊരു പണിയുണ്ട്. ആ കോറിയിൽ നിന്ന് പിടിച്ചവനെ അവിടെ ഇട്ടിട്ടുണ്ട്. അവൻ്റെ പടം എടുത്തിട്ട് ബാബുവിന് പോവാം. അക്കാര്യം ഞാൻ ഏറ്റു. അതെ, അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കണം.
അതെല്ലാം അവൻ പറഞ്ഞല്ലേ. കൂടുതൽ സത്യങ്ങൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വേണ്ട. അതല്ലെങ്കിൽ പിന്നെ ഇപ്പൊ പറഞ്ഞൊക്കെ മാറ്റി പറയിപ്പിക്കണം. ത്രില്ലടിക്കാതെ ഏൽപ്പിച്ച പണി ചെയ്യും. അധികം നേരം ഇവിടെ എന്നാ വേറെ പണി കിട്ടും. നിന്റെ പോക്കും മുടങ്ങും. നോ നെവർ. ഞാൻ പടം എടുത്തു കഴിഞ്ഞു. ക്യാമറ ഇവിടെ. ബാബു. ഓ क्यों मेरे फोटो खींचने आए क्या? अरे साला सिर सीधा पकड़ो. मेरा एडवोकेट का परमिशन लिया क्या? നിന്റെ അഡ്വക്കേറ്റ് മുട്ടാലി അടിയാണോ? മതിയാക്കിടണം. ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടെ ഫോൺ വരും. അയ്യോ കുട്ടി പറയടാ. ഞാനൊരു ഭീകരനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. പേടിയോ? ഞങ്ങൾക്കോ? ഞങ്ങൾക്ക് ഭീകരനെ പേടിയില്ല. പക്ഷെ ഭീകരന്മാർക്ക് ഞങ്ങളെ പേടിയാണ് ഭയങ്കര. അതെ, ഞാനിവന് ചെറിയൊരു ഡോസ് കൊടുത്ത് കേട്ടാ, അല്ലെങ്കിൽ ആ ഫ്ലോ പോകും. അതുകൊണ്ടാ. ഓക്കെ ആണെങ്കിൽ നീ എന്ത് ചെയ്യണം? പുല്ലേ പിടിക്കാൻ പറഞ്ഞ നോക്കണ്ടോ പെട്ട്. ഇതൊക്കെ ആർക്കും സംഭവിക്കുന്നുണ്ടാ. അമ്മേ കുഴപ്പമൊന്നുമില്ല, ശരിയാക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കല്യാണ കുറിയിട്ടല്ലേ? ഡേറ്റ് ചിലപ്പോ മാറൂട്ടാ. ഒരു ചെറിയ സ്ഫോടനം. ബോംബിന് പകരം ലഡു പൊട്ടി. എന്ത്? ആ ബാബു ഇല്ലേ, അവന്റെ കല്യാണം മുടങ്ങി. നിർത്തുവോ? ഒരു ജ്യൂസ് കഴിച്ചിട്ട് പോവാം. ഓ ഭാഗ്യം, ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ. भाई 2 स्ट्रॉबेरी मिल्क शेक दे दो. ഓറഞ്ചാണല്ലേ? മല്ലനെന്തീ കാണിക്കണം? മാഡം ഷേക്ക് സ്ട്രോബെറി കണ്ട് മുകളിൽ കുടിച്ചോ. എങ്ങനെയാ ചോദിക്കാം? മാഡം വണ്ണെടുക്കട്ടെ? വേണ്ടല്ലേ? വേണ്ടെങ്കിൽ വേണ്ട. ഹലോ. പറയൂ മോളെ. ശബ്ദം മാത്രമല്ല, എല്ലാം മാറിപ്പോയി മോളെ.
മോളൊരു നേഴ്സല്ലേ? അവനിപ്പോ ആവശ്യം ഒരു സർജനെയാ. വണ്ടി നിർത്ത്, എനിക്ക് ഇവിടെ ഇറങ്ങണം. മാഡം പറഞ്ഞ സ്ഥലത്തേക്ക് ഇനിയും 2 കിലോമീറ്റർ കൂടി ഉണ്ടല്ലോ. എത്രയായി? എന്താ ചോദിച്ചേ? ഞാനെന്ത് തരണം? അല്ല, എന്ത് തന്നാലും വാങ്ങിക്കോളാം. മനസ്സിലായില്ല. അല്ല, കുട്ടി എത്ര കുറച്ച് തന്നാലും ഞാൻ വാങ്ങിച്ചോളാം. അയ്യോ, ഇത്രയൊന്നും വേണ്ട. വെച്ചോ. അല്ല, ഇവിടെയാണോ താമസം? അയ്യോ, പോവാണോ? നമുക്കിനിയും കാണണം. വേണ്ട, അങ്ങനെ പറയരുത്. शिवा? यस सर. जयप्रकाश सर. शुभा सर. कम फॉरवर्ड. शिवा, आर्मरी ओपन करो. यस सर. You are going on for an important operation. Please switch off your private phones from right now. Roy, sir, collect those mobiles. छह बजे तक तुम लोगों का फोन बंद रहेगा. ऑफिस में काम करने वाला और बाहर जाने वाला कोई भी 6 बजे तक फोन अटेंड नहीं करना चाहिए, इवन इफ इट इज ऑफिशियल कॉल ऑल्सो. और बाहर जाने वाला आदमी वायरलेस यूज करेगा. Our operation is a special one. We may call it Mission Mumbai Taxi. Yes, sir.
इधर से रास्ता है? इधर भी रास्ता है, उधर भी रास्ता है। And that too with good results, even if it is construction or destruction. So आज तुम्हारा देश और एक दिवाली मनाएगा। कैसे? कैसे? With bombs. नहीं, वो तो पुराना तरीका है। जाओ, जाके तुम्हारा काम करो। बेटा, आज तुमने क्या नया चीज प्लान करके? IEDs. Yes, IEDs, improvised explosive devices. Yes dear, तुम्हारे इंतजार में इधर और एक आदमी है, a cosmopolitan citizen. The whole globe is his village. There is no country in which he has not visited. He knows all the languages of this earth. Malayalam too. ഇവിടെ ഈ രാജ്യത്തിനെതിരെ ഒരു ഇക്കണോമിക് വാർ യുദ്ധം തുടങ്ങുകയാണ്. അതും കമ്മ്യൂണൽ ടെററിസത്തിന് മറവിൽ. പിന്നിൽ രാജ്യങ്ങളാവാം, വ്യക്തികളാവാം. ദി ഇക്വേഷൻ ഇസ് സിമ്പിൾ. അവരുടെ ആവശ്യം പണം, നമ്മുടെ ആവശ്യവും പണം. നിനക്കും വേണ്ടത് പണം. ഇന്ന് 6 മണിക്ക് ഈ മാളുകളും അവിടെ എത്തുന്നവരും ഇല്ലാതാവുന്നതോടെ എക്സ്പ്ലോഷൻ പല തരത്തിലും പല തലത്തിലും നടക്കും. അധികാര തലങ്ങളിലെ സ്ഫോടനങ്ങൾ, സ്വർഗം തീർക്കുന്ന മാളുകളും നരകങ്ങളാകുമ്പോൾ ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സ്ഫോടനങ്ങൾ. അങ്ങനെ നടക്കാൻ പോകുന്നത് ഒന്നിലധികം പൂരങ്ങളാണ്. മുംബൈ ഒരുമിച്ച് കാണുന്ന പൂരങ്ങൾ.
साहब जी आप जाओ, हम देख लेगा। ठीक है साहब जी, प्लीज कम विद मी। यस, तुम भी। Leave him. He is one of us. हम लोगों ने जिधर सोचा था उधर ये नहीं आया। इसी वजह से आधे रास्ते तक हम लोग इसे पीछे फॉलो किए हैं। She is smart. അതുകൊണ്ടാണ് എന്റെ ചോയ്സ് തെറ്റാതിരുന്നത്. लग रहे कुछ और स्मार्ट है। सुबह से ट्रैवलिंग कर रही थी, माल में गई थी और इधर आके उतरी। सब एक ही टैक्सी और टैक्सी वाले इनका पक्का पहचान कर पाएगा। ബേട്ടി, ഇയാൾ പറയുന്നത് ശരിയാണ്. Why you made this foolishness? സാബ് ജി, മുംബൈയിൽ പൂരം 2 3 പറയൂ പറയൂ, ആ മൂന്നാമത്തെ പൂരം അതെവിടെയാണ്? ഓവർ സ്മാർട്ട് അല്ല, ഷീ ഈസ് എക്സ്ട്രാ സ്മാർട്ട്. സാലേം, യു മേ ലീവ് നൗ.
Get me, bitch! नहीं, मुझे कुछ पता नहीं, मुझे मालूम नहीं। Michael! Zaki! 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 Why hiding? ഓഹോ, നീയാണല്ലേ ഇതിന്റെ പിന്നിൽ? മാഡം, ഇതാണോ മാഡത്തിന്റെ സാബ്ജി? ഐ മീൻ ഈ കഥയിലെ വില്ലൻ.
സാബ്ജി, കാര്യങ്ങൾ മൊത്തം കൈവിട്ടുപോയി. കഥ നിങ്ങൾ കരുതിയതുപോലെ അല്ല. I got it. നീ അഫ്താബാണ്. അഫ്താബ് അഹമ്മദ്. हेलो, अफ्ताबियर। अफ्ताब साहब, एक इंफॉर्मेशन मिली थी। मुंबई में 2 जगह पर बॉम्ब ब्लास्ट होने वाला है आज 6 बजे को। किधर से आए थे कॉल? ट्रेस कर रहा हूं। वो बोला दोबारा कॉल करेंगे। ओके, ये इन्फॉर्मेशन बाहर मत भेजना विदाउट नोइंग के कॉल सच है कि नहीं। ओके सर। अगर इन्फॉर्मर दोबारा फोन किया तो मुझे इन्फॉर्म कर देना। और एक बात, उसके साथ बात करने का एक तरीका होना चाहिए, एकदम सिली फीलिंग। Then only we'll get more details and also listen to the surrounding voice and record the call. Yes sir. Okay. हेलो, कौन? अफ्ताब साहब। एनीथिंग सीरियस? अफ्ताब साहब का फोन आया था ऑफिस में। वो आ रही है पूना बस में। इन्फॉर्मर ने इंस्पेक्टर को फोटो सेंड किया है, उसने मुझे फॉरवर्ड किया। मैं आपको मेल करता हूँ। रॉय। यस सर, मेल ऑन करो। ओके सर। तंबी सर भी हमारे साथ ज्वाइन करेंगे। और वन मोर थिंग, आई नीड ए टैक्सी, आई मीन ए मुंबई टैक्सी। डू इट इफ यू हैव कॉन्फिडेंस, बट कीप इन टच विथ मी। एंड वन मोर, ये सब बिल्कुल हमारे बीच में, ठीक है? ओके, डन। തമ്പിയണ്ണൻ എവിടെയാണ്? ഈ സാധാരണ പോലീസുകാർക്ക് தான் വണ്ടി കൊടുக்க மாட்டேன், கண்டிப்பா மலையாளிக்கு வண்டி தர மாட்டேன். இது வந்து சார் சொன்னதால நான் வண்டி தரேன். வாங்க வாங்க. ஆனால் சாயங்காலம் வண்டி திரும்பி தரும்போதும் കേടില്ലാമ തര വേണ്ടും. ഓക്കെ? പറഞ്ഞത് കേട്ടല്ലോ, സൂക്ഷിക്കണം. വെയിറ്റിംഗ് ചാർജ് വാങ്ങേണ്ടി വരും. पूरे सबूत के साथ अभी के अभी क्यों पकड़ नहीं सकते? അവള് വെറും ഇതിന്റെ കണ്ണി മാത്രം. നമുക്ക് വേണ്ടത് അവനെയാണ്. തമ്പിയണ്ണ, ലോഖൻവാല ഇൻസിഡന്റിന് ശേഷം നീ സസ്പെൻഷനിലാണെന്ന് കരുതി. ഐ ഹാവ് മിസ്റ്റേക്കൺ.
Now I am asking you one chance more. ഞാൻ ഇനി ഇന്ത്യയിലേക്ക് വരില്ല. ചിന്തിക്കൂ. നിന്നെപ്പോലൊരു ഇന്റലിജന്റ് ഓഫീസർക്കുള്ള റിവാർഡ് ഞാൻ തരാം. I like professionals. യെസ്, എന്റെ സുപ്പീരിയേഴ്സിന്റെ വാക്കിന് ഇനി ഞാൻ വില കൽപ്പിക്കുന്നില്ല. വിലങ്ങ് വെച്ച് ജയിലിൽ അടച്ചാൽ നീ സർക്കാരിന്റെ അതിഥിയാവും. റിമാൻഡ്, വിചാരണ, കേസ് നീട്ടൽ, നീ ഇല്ലാതാക്കാൻ ശ്രമിച്ച അതേ ജനങ്ങളുടെ നികുതിപ്പണം മുടക്കി നിന്നെയൊക്കെ പോറ്റേണ്ടി വരുന്ന ഗതികേട്. നോ, ഐ വോണ്ട് അലോ ഇറ്റ്. സാബ്ജി, ഗുഡ് ബൈ. Come on. ശിവ, നോ, സൂക്ഷിക്കണം. അവളിപ്പം നുണഞ്ഞുകൊണ്ടിരുന്ന ചൂയിങ്കമ്മിൽ ആഴ്സനിക് ക്യാപ്സുളുണ്ട്. മരണത്തിലേക്ക് പ്രണയം നടിച്ച് എന്നെ കൂടി ക്ഷണിക്കാൻ വന്നതാണ് അവൾ. വിത്ത് ദ ലാസ്റ്റ് കിസ് ഓഫ് ഡെത്ത്. സോറി ഡിയർ, എനിക്ക് ഒരുപാട് ഓട്ടം പോകാനുണ്ട്. ജസ്റ്റ് ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഒരു തിരിച്ചുവരവാണ് എൻ്റെ ലക്ഷ്യം.